സുനിൽ ഭായി, കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഓരോ പെർഫ്യൂം യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മൻസിയർ എന്ന ബ്രാൻഡിന്റെ റെഡ് ടൊബാക്കോ എന്ന പെർഫ്യൂം ഞാനൊരു ലാസ്റ്റ് മന്ത് ഞാനൊരു ഷില്ലോങ്ങിലേക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ പോകുന്നതിന് 2 ദിവസം മുന്നേ ഞാനിവിടെ നോർമലി യൂസ് ചെയ്ത എന്റെ അന്ന് ഇട്ട ഡ്രസ്സിൽ ഞാൻ ആ പെർഫ്യൂം അപ്ലൈ ചെയ്തു. ആസ് യൂഷ്വൽ നോർമൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വാഷ് ചെയ്യാൻ ലോങ്ങിലെത്തു. ദെൻ ആഫ്റ്റർ 2 days ആണ് എനിക്ക് അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ഉണ്ടായിരുന്നത് മേഘാലയയിലെ ഷില്ലോങ്ങിലെ. ഞാൻ ആ ഡ്രസ്സ് കൊണ്ടുപോകാൻ ചെയ്ത ഡ്രസ്സായിരുന്നു. ഞാൻ അതിനെന്തെങ്കിലും വാഷ് ചെയ്യാത്തതുകൊണ്ട് അതിന് എടുത്തിട്ട് ബാഗിലെത്തു. ഷില്ലോങ്ങിലെത്തി ബാഗ് തുറന്ന എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പെർഫ്യൂമിന്റെ ഏറ്റവും ബെസ്റ്റ് സ്മെല്ലാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. കാരണം 2 ദിവസം മുന്നേ അലക്കാന്റെ ഡ്രസ്സ് ഞാൻ റൂമിൽ തുറന്ന സമയത്ത് റിസപ്ഷനിൽ വരെ ആളുകൾ ചോദിച്ചിരുന്നത് ഏതാ പെർഫ്യൂം എന്നത്. നാട്ടിൽ പോയ സമയത്ത് ആരും ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ കേരളത്തിൽ ടെമ്പറേച്ചർ 35 to 37 ആ റേഞ്ചിലായിരുന്നു. ഷില്ലോങ്ങിൽ അത് 13 to 17 ആ റേഞ്ചിൽ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ആ പെർഫ്യൂം കമ്പനി പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ലാസ്റ്റിങ്ങും അതിന്റെ പെർഫോമൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ആളുകൾ മനസ്സിലാക്കേണ്ട സംഭവം വെച്ചാൽ ഒരു പെർഫ്യൂംസും ഒരു ബ്രാൻഡും ഒട്ടുമിക്ക ബ്രാൻഡുകളും ക്രിയേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ ക്ലൈമറ്റിലേക്കും മിഡിൽ ഈസ്റ്റ് ക്ലൈമറ്റിലേക്കുമാണ്, ഇന്ത്യൻ ക്ലൈമറ്റിലേക്കല്ല. അപ്പൊ നമ്മളത് ഇവിടെ ഒന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് ഇതിന് പ്രൊജക്ഷനും ലാസ്റ്റിങ്ങും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പൊ പെർഫ്യൂമിനെ ഒരിക്കലും ഒരൊറ്റ യൂസിൽ ജഡ്ജ് ചെയ്യരുത്. അത് ഏത് ക്ലൈമറ്റിലേക്കാണ് കമ്പനി പറയുന്നത് ആ ഒരു ക്ലൈമറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റും.